എല്ലാവരുടെയും സംശയമാണ്. യൂട്യൂബിൽ ഷോർട്സ് ചെയ്യണോ? അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യണോ? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മളെ വീഡിയോയിൽ പറയുന്നത് ഇതിനുള്ള ഉത്തരമാണ്. ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഷോർട്സ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ലോങ് വീഡിയോ ചെയ്താൽ മതിയോ? അന്നേരം സക്സസ് ആവൂലേ? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ആ പൊടി മൊത്തം കൺഫ്യൂഷൻ അടിച്ചൊരവസ്ഥ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരീൻ. നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീരുമാനിക്കാം നിങ്ങൾക്ക് ഷോർട്സ് ചെയ്യണോ? ലോങ് ചെയ്യണോ എന്ന്. അതും നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലൊന്നും ഒരു കുറ്റവുമില്ല. എല്ലാവർക്കും ചാൻസസ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ പൈസ ഉണ്ടാക്കാം. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഈ വീഡിയോ കണ്ട് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോർട്സിൻ്റെ മേൽക്കാം. ഷോർട്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഷോർട്സ് കൊണ്ടുള്ള ഗുണങ്ങൾ? ഷോർട്സ് കൊണ്ടുള്ള ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഗുണം ഇതാണ്. ഏറ്റവും സിമ്പിളായിട്ട് വീഡിയോ എടുക്കുക. അതായത് വളരെ ചെറിയ സമയം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഷോർട്സിൻ്റെ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഷോർട്സിലേക്ക് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന കാര്യം. രണ്ടാമത് എഡിറ്റിംഗ് ഒക്കെ ടപ ചെയ്ത് പറഞ്ഞിട്ട് ചെയ്യുക. കാരണം എന്താ എഡിറ്റിംഗ് ഉള്ളത്? ഒരു മ്യൂസിക് ഏടാക്കണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില ക്ലിപ്സ് മാറ്റണം, അപ്ലോഡ് ചെയ്യാം. എഡിറ്റിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി അടുത്തെന്താ? ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ 100, 200, പിന്നെ 400, പിന്നെ 1000, 1500, 1600 വ്യൂസൊക്കെ വരുന്നു. സന്തോഷം. അതും കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി. പക്ഷേ 1600-ന് അപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതാണ് പലരുടെയും ചോദ്യം. 1600-ന് അപ്പുറത്തേക്ക് പോകുന്നില്ല. അതുവരെ വന്നിട്ട് അവിടെ നിന്നു. അതിൻ്റെ കാര്യവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നതെന്ന്. അപ്പം എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഇവിടെ ലീഡ് ചെയ്തിട്ടുള്ള ഷോർട്സാണ് അല്ലേ? നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം, പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം, പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം, ചടപടയും വ്യൂസ് വരുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഷോർട്സാണ് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള വിന്നർ എന്ന് പറയും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രയോറിറ്റി എന്താണ്? നമുക്ക് പൈസ വേണം. പൈസ വേണമെങ്കിൽ ഷോർട്സിനെ കൊണ്ട് നമുക്ക് പൈസ കിട്ടും. പൈസ കിട്ടും, കിട്ടാതിരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. അതും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, നമ്മൾ ലോങ് വീഡിയോൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എത്ര പൈസ കിട്ടുന്നുണ്ട്. ഇനി ലോങ് വീഡിയോൻ്റെ കാര്യം എടുത്താൽ നേരെ ഓപ്പോസിറ്റാണ്. എന്ത്? 5 6 മിനിറ്റ് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യാനിരിക്കണം, വോയിസ് ഓവർ കൊടുക്കണം, മുഖം കാണിക്കണം, ഇങ്ങനെ പൊല്ലാപ്പോൾ ഒരുപാടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു ലോങ് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇറക്കി കഴിഞ്ഞാലോ ഒരാളോട്ട് കാണുമില്ല. YT സ്റ്റുഡിയോ റിഫ്രഷ് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. എന്തായി 10 ആൾ കണ്ടോ, 20 ആൾ കണ്ടോ? ഇതാണ് ശരാശരി യൂട്യൂബറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളുണ്ട്. അതായത് YT സ്റ്റുഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. എന്തായാലും ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. എന്താ അറിയില്ല, വീട്ടിലെ ഫ്രിഡ്ജ് തുറക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ തുറന്നു നോക്കുന്നൊരു ആപ്പ് ഈ YT സ്റ്റുഡിയോ ആണ്. അതവിടെ വെക്കട്ടെ. ഇനി ഈ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോൻ്റെയൊക്കെ കാതലായ ഒരു കാര്യമുണ്ട്. കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐഡിയേഷൻ അല്ലെങ്കിൽ ഐഡിയ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ ഇമ്പോർട്ടൻ്റായ കാര്യത്തിൽ പലർക്കും ധാരണയില്ല. അതായത് നിങ്ങൾ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ധാരണ നിങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ വീഡിയോ ഇടും. അതിൽ ചിലതിന് വ്യൂസ് വരും, ചിലതിന് വ്യൂസ് വരില്ല. അത് കുക്കിംഗ് ചാനലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ വ്യൂസ് വരും, ഇങ്ങനെ പോകും. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയൊന്നും വേണ്ട. കാരണം ഇതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു ചാനൽ നിങ്ങളെ ലബോറട്ടറിയാണ്. നിങ്ങൾക്ക് അവിടെ പരീക്ഷണങ്ങൾ നടത്താം, എല്ലാം നടത്താം. അവസാനം അത് കത്തിപ്പോവും ചിലപ്പോൾ. അതൊക്കെ വേറെ കാര്യം. പക്ഷേ എന്നാൽ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ ആദ്യത്തെ ചാനൽ സക്സസ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആദ്യത്തെ ചാനലിൽ നിന്നുള്ള സക്സസ് വരിക. സക്സസ് ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ചാനലിലേക്കും വരിക. കാരണം അതിനിടയ്ക്ക് ഈ 2 കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതൊരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു രീതി പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ചാനൽ വേണമെങ്കിലും തുടങ്ങി സക്സസ് ആക്കി എടുക്കാൻ പറ്റും. ഐഡിയ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിപ്പോഴും ഒരു 3 4 ചാനൽ തുടങ്ങാനുള്ള ഐഡിയ ഉണ്ട്. പക്ഷേ ഇനിയും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ എടുത്തിട്ട് അടിക്കും. കാരണം ഇവനും തന്നെയാണ് എല്ലാത്തിലും ഇവൻ്റെ മുഖം കാണുന്നുണ്ട് പറയും. കാരണം ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ തുടങ്ങിയ ചാനലാണ് അതൊക്കെ ഒരു കാലം എന്ന് പറയുന്ന സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ചാനൽ. ഇപ്പോൾ അതിലും ഞാൻ എൻ്റെ മുഖം കാണുമ്പോൾ ഈ ചെങ്ങൈനെ എവിടെയോ കണ്ടൊരു പരിചയമുണ്ട് എന്ന് തോന്നൂലേ? അപ്പോൾ അങ്ങനെ കുറേ ചാനൽ തോന്നിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങാത്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഏത് ഐഡിയയിൽ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും പറഞ്ഞു.
ഇതിൽ ഷോർട്സിൻ്റെ കാര്യവും ലോങ്ങിൻ്റെ കാര്യവും ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇതിൻ്റെ വരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള ഡിഫറൻസ് അവിടെയാണ് വരുന്നത്. മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിലൊരു 10 ലക്ഷം വ്യൂസ് വന്നു. ഇതേ സമയത്ത് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യും, അതിന് നമുക്ക് 1 ലക്ഷം വ്യൂസ് വന്നു. ഇവിടെ എന്താ ഡിഫറൻസ് വന്നാൽ, ലോങ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവേ കിട്ടുന്ന ശരാശരി RPM, അതായത് റേറ്റ് പെർ മില്യൺ എന്ന് പറയും. അതായത് ഒരു 1000 വ്യൂസിന് എത്ര പൈസ കിട്ടും, ഈ 1000 വ്യൂസിന് എത്ര പൈസ കിട്ടും നോക്കിയിട്ടാണ് നമ്മളിത് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ 1000 വ്യൂസിന് ഏറ്റവും കുറഞ്ഞത് ഒരു 0.15 അല്ലെങ്കിൽ $20 പറയാം. $20 എന്ന് പറയാൻ പറ്റില്ല, $0.20 മുതൽ നിങ്ങൾക്ക് $60-70 വരെ കിട്ടാം. കാരണം മുന്നേ ഒക്കെ എങ്ങനെ പോയാലും $50, 0.50 ആണ് 50 എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 50 വരെയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത് 70, 80, 90 യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരാശരി വെച്ച് പിടിക്കാം. നമുക്ക് 20 പിടിക്കാം. 20 ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം വ്യൂസ് വന്ന $20 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇത് നമുക്ക് ഷോർട്സിലേക്ക് വരാം. ഷോർട്സിലേക്ക് വരുന്ന സമയത്ത് 0.0102 അങ്ങനെയൊക്കെയാണ് വരുന്നത്. 0.5, അതായത് അതിൻ്റെ പകുതിയൊക്കെ പറയാൻ പറ്റും. അതായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ 10 ലക്ഷം ആയാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു $10 കിട്ടുള്ളൂ. അപ്പോൾ അത്രയും മേജറായിട്ടുള്ള ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ട് ഷോർട്സിൽ ഐഡിയ ഉള്ള ഒരാളാണ്. അതായത് ഷോർട്സ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ടോപ്പിക്ക് കോണ്ടൻറ്റ് ബേസ് ആയിട്ടാണ് പോകുന്നത്. കാരണം സ്കിറ്റായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് സക്സസ് ആവും. പെട്ടെന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത്, നിങ്ങളിടുന്ന ഷോർട്സിൻ്റെ ഈ ലക്ഷങ്ങളൊന്നും നിങ്ങൾ പിന്നെ നോക്കേണ്ടി വരില്ല. കാരണം ഓട്ടോമാറ്റിക്കലി അവിടുന്ന് അത് 10 lakhs വരും, മില്യൺസ് കണക്കിന് വ്യൂസ് വരും, 2 മില്യൺ 3 മില്യൺ ഒക്കെ വരും. പുതിയ ഇടുന്ന വീഡിയോസിന് അതുപോലെ വരും. അപ്പോൾ അങ്ങനെ സക്സസ് കയറിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ മുന്നേ ഉള്ള വീഡിയോസ് ഓടുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള കോണ്ടൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഷോർട്സിലൂടെ എന്ത് ചെയ്യും, പൈസ കിട്ടും. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ നല്ല കണ്ടൻ്റ് ആയിരിക്കണം. ചെടിയും ചട്ടിയും കാടും ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വരൂല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. എത്ര വെച്ചിട്ട് വീട്ടിലുള്ള ചെടികളും കാടും കാണിക്കുക, ഒരു 10-20 വീഡിയോയിൽ കാണിക്കാൻ പറ്റും. അതിന് ശേഷം എന്താക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ലോങ് വീഡിയോയിൽ ഇത്രയും പൈസ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ പറഞ്ഞു പോട്ടെ, ഷോർട്സ് കുറേ ഇട്ടിട്ട് നമുക്ക് ലോങ് വീഡിയോ ചെയ്ത് പിന്നീട് ക്ലിക്കാക്കി എടുത്താൽ പോരെ എന്നുള്ള ചോദ്യം. അതുപോലെ ഷോർട്സും ലോങ്ങും ഒരുമിച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രശ്നം ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് കണ്ട, അതായത് അപ്ഡേഷൻസ് വന്ന ശേഷമായിരിക്കാം. യൂട്യൂബ് ഓരോ 3-4 മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അൽഗോരിതം ചേഞ്ചസ് വരുത്തും. അൽഗോരിതം ചേഞ്ചസ് നമ്മൾ വരുത്തിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇനി നമ്മൾ ചിലത് അവർ പറയും ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നത്. നമ്മളിതൊന്നും അറിയാതെ പഴയ കാലത്തെ ട്രിക്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ചെയ്യാൻ നിന്നാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. കാരണം യൂട്യൂബിൽ ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരാനുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് ഷോർട്സായിട്ട് റീമിക്സ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ ലോങ് വീഡിയോന് റീമിക്സ് ചെയ്യുമ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരാം. ഒരു കാര്യം അതൊരു പോസിറ്റീവായ കാര്യമാണ്, അത്രയും വ്യൂസ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം വരുന്നത് എന്താ അറിയോ, യൂട്യൂബിൽ ഇപ്പം നിലവിൽ വരുന്ന പ്രശ്നം, നിങ്ങളൊരു ഷോർട്സ് വീഡിയോ ഇട്ടാൽ അതൊരു 5000, 10,000, 20,000 കയറിപ്പോയി. അപ്പോൾ നിങ്ങളതിൽ ആ റിവാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എവിടെയാണോ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നത് അതാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഷോർട്സ് കൂടി ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരു 3 ഷോർട്സ് അടുപ്പിച്ചിട്ട് എല്ലാത്തിനും 5000, 6000 വ്യൂസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിങ്ങളെല്ലാവരും പറ്റിക്കപ്പെടുന്ന അവിടെയാണ്. ഈ എൻഗേജ്ഡ് വ്യൂസിൽ നോക്കിക്കഴിഞ്ഞാലാണ് ഈ 6000 വ്യൂസ് വന്ന് ഇതിന് എത്രയാണ് യഥാർത്ഥത്തിൽ വന്ന് കാണിച്ചത്. ഇപ്പോൾ 1500, 1000 ഉണ്ടാവുള്ളൂ, ബാക്കി 5000 വേസ്റ്റ് ആയിരിക്കും. പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത് 6000 വെച്ച് തന്നെയാണ്. അതാണ് ഞാൻ ഈ റീസെൻ്റായിട്ട് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ നിങ്ങളൊരു ലോങ് വീഡിയോ ഇട്ടു, ലോങ് വീഡിയോ ഇടുമ്പോൾ അതിന് കിട്ടുന്ന വ്യൂ, ജെന്യൂനായിട്ട് വരുന്ന വ്യൂസ് ഒരു 400 ആണെന്ന് വിചാരിക്കും. യൂട്യൂബ് എന്ത് ചെയ്യും, അൽഗോരിതം ചെയ്യുന്ന കാര്യം, നിങ്ങളെ ലോങ് വീഡിയോ ആർക്കും ഇഷ്ടമില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനോടൊരു ആക്സെപ്റ്റൻസ് കുറവാണ് എന്ന് യൂട്യൂബ് മനസ്സിലാക്കുകയും നിങ്ങളിടുന്ന ഷോർട്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത് മാറാം. അതുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ എന്നെ ആരും ചീത്ത വിളിക്കാൻ നിൽക്കേണ്ട. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ 2025 ജൂണിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്.
ഇനി ഷോർട്സ് മാത്രം ഇട്ടിട്ട് കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ലോങ് വീഡിയോ പിന്നെ കയറിപ്പോകുന്നില്ല. ഇനി ലോങ് വീഡിയോ മാത്രം ഇടുന്ന എന്നെ പോലെ ചാനൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും റീമിക്സ് ഇടും. എൻ്റെ ചാനൽ എന്താ സംഭവിക്കുന്നത്, എൻ്റെ ചാനൽ ഷോർട്സ് ഒരു 2000, 3000, 4000 ഒക്കെ വന്നിട്ട് അവിടെ നിൽക്കും, പിന്നെ കയറി പോവുക. അത് 4000 എപ്പോഴെങ്കിലേ വരുള്ളൂ, കൂടി വന്ന 2000 ഒക്കെ വരുള്ളൂ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഷോർട്സിന് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം യൂട്യൂബ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, എൻ്റെ ലോങ് വീഡിയോനാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് യൂട്യൂബ് ലോങ് വീഡിയോ മാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഇടയ്ക്കായത് ഞാൻ ഇതൊന്ന് പരീക്ഷണം നടത്താൻ പോയി. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇടയ്ക്കിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ത് പരീക്ഷണം നടത്തി നോക്കുക, കാരണം അവരോട് തെറ്റ് പറയരുതല്ലോ. നേരെ പോയിട്ട് എൻ്റെ ചാനലിൽ കയറി ഇതുപോലെ ഷോർട്സ് ചെയ്തിട്ട് അത് കഷ്ടകാലത്തിന് 6000 വ്യൂസ് വന്നു. എനിക്ക് തോന്നിയത് എന്താ അറിയുമോ, അതോടുകൂടി എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. പിന്നെ ഞാനിതൊന്ന് വീഡിയോസൊന്നും കയറി പോകുന്നില്ല, ലോങ് വീഡിയോ ഒന്നും കയറി പോകുന്നില്ല, എല്ലാം കഴിയുന്നു താഴോട്ട് വരികയാണ്. അതിപ്പോൾ ശരിയായി, അതിനെ ഓവർകം ചെയ്ത് എടുത്തു. പക്ഷേ എന്തിൻ്റെ ആവശ്യമാണ്, ഒരു കാര്യമില്ലാതെ ഞാൻ പോയിട്ട് ചോദിച്ച് പണി വാങ്ങിച്ച പോലെ അവസ്ഥയെ. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിന് ഉദാഹരണം കുറേ ഉണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ വിചാരിക്കും പിന്നെ ഇവനിത് പറയുന്നത് മറ്റുള്ളവരൊന്നും പറയുന്നില്ലല്ലോ, ഇതെന്താ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചാനൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവരുടെ ചാനലിൽ ലാസ്റ്റത്തെ 2 വീഡിയോസ് നല്ല വ്യൂസ്, അതായത് 50,000 മുകളിലേക്ക് വന്നു. അപ്പോൾ അതോടുകൂടി ആ ചാനൽ സക്സസ് ആവേണ്ടതാണ്, മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാവും. പക്ഷേ അവരതിന് ശേഷം എന്താ ചെയ്തോ അറിയോ, അവരതിന് ശേഷം ഷോർട്സ് ഇടാൻ തുടങ്ങി. ഷോർട്സ് ഇടാൻ കുറേ ഷോർട്സ് ഇട്ടു. ആ സമയത്ത് അവിടെ സംഭവിച്ചത് ഷോർട്സിൻ്റെ വ്യൂസ് കുറഞ്ഞു. കാരണം നേരത്തെ 50,000, 40,000 അവിടെ കിടക്കുന്നതുകൊണ്ട് ഷോർട്സ് യൂട്യൂബ് അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. എന്നിട്ട് ഷോർട്സ് ഇട്ട് നിറച്ചപ്പോൾ ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 1000, 1500 വ്യൂസൊക്കെ ഷോർട്സിന് വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചറിയോ, ലോങ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലോങ്ങിന് യൂട്യൂബ് പുഷ് ചെയ്യുന്നില്ല. ഇപ്പം നിലവിലെന്ത് സംഭവിച്ചറിയോ, ലോങ്ങും ഇല്ല ഷോർട്സും ഇല്ല, ചാനൽ കംപ്ലീറ്റ് അപ്പോൾ ഫ്രീസായ ഓരോ ഘടന. ഇതാണ് അവസ്ഥ. ഇതിനിപ്പം ഒരു റീസൺ കണ്ടെത്താൻ പറഞ്ഞാൽ വേറൊരു റീസൺ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നല്ല വീഡിയോസാണെന്ന് വെച്ചാൽ കയറിപ്പോകുന്നത് വെച്ചാൽ കയറിപ്പോകുന്നുണ്ട്. പക്ഷേ ഇടയിൽ വെച്ച് ഇങ്ങനെ ചെയ്തതുകൊണ്ട് മൊത്തത്തിൽ പണിയിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു 3 ലോങ് വീഡിയോ ഇട്ടാൽ 1-2 ഷോർട്സ് വീഡിയോ റീമിക്സ് ഒക്കെ ഇട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയും. എൻ്റെ വ്യൂസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വലിയൊരു കുഴി, ഒരു വാരിക്കുഴി എന്നൊക്കെ പറഞ്ഞ വലിയ കുഴിയിൽ കുറേ ആൾക്കാർ വീണു. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിന് രക്ഷപ്പെടാനുള്ള ജാക്കറ്റും മറ്റേ കയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ആൾക്കാർ പറയുകയാണ്, നിങ്ങളെന്താണ് രക്ഷപ്പെടാത്തത്, നിങ്ങൾ ആദ്യം രക്ഷപ്പെടണ്ടേ, എന്നിട്ട് നമ്മോട് പറയാം. ഞാൻ നിങ്ങളത് എങ്ങനെയാണ് ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നുള്ള ഗൈഡൻസ് തരുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാനിതും കൂടി രക്ഷപ്പെട്ടാൽ നിങ്ങൾ ആ കുഴിയിൽ കിടക്കൂലേ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ വ്യൂസ് നോക്കി ആരും ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് എൻ്റെ വ്യൂസ് ചാനൽ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ വ്യൂസ് വരുന്നതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് സക്സസ് ആയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയും, നിങ്ങൾ പറഞ്ഞ ടിപ്സൊന്നും വെച്ച് എൻ്റെ ചാനൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് യാതൊരു സക്സസ് ഉണ്ടായിട്ടില്ല പറയുമ്പോൾ അതൊരു കാര്യമുണ്ട്. അതല്ലാതെ വ്യൂസ് കുറവുള്ളതുകൊണ്ട് ഞാൻ ടിപ്സ് പറയരുത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരരുത് എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. നിങ്ങൾ ഇതൊക്കെ കേട്ട് രക്ഷപ്പെടാൻ നോക്കി, നിങ്ങൾ എൻ്റെ കാര്യം വിട്ടേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷോർട്സിൻ്റെ ലോങ് വീഡിയോൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പലരും പറയുന്ന കാര്യമാണ് എൻ്റെ യൂട്യൂബ് സെറ്റിങ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് തരുമോ, സെറ്റിങ്സ് മാറ്റി തരുമോ എന്നൊക്കെ ചെക്ക്. അപ്പോൾ അതിനിപ്പോൾ എല്ലാവരും നല്ല ചാർജ് ചെയ്യുന്നുണ്ട്, നല്ല എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ജൂൺ 10, 12 തീയതി ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഗൂഗിൾ മീറ്റ് വെക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പെയ്ഡാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഇടാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പെയ്ഡാ ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ കുറേ സമയം 1-1.5 മണിക്കൂറെങ്കിലും ചിലവാക്കുമ്പോൾ അതിനുള്ള ഒരു പൈസ എന്ന രൂപത്തിൽ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പറയാം, ജോയിൻ ചെയ്യാം. ഞാൻ താഴെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ് ചെയ്യാത്തൊരു ചാനൽ സബ് ചെയ്യാം.